നമ്മളെല്ലാം കാണേണ്ടത് ഇപ്പം ബിബിൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 1,25,000 രൂപ ദുബായിലെ ഗവൺമെന്റ് സർവീസിൽ മാസം വാങ്ങിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് എൻ്റെ മകൻ. ആ ജോലി മാറ്റിവെച്ചിട്ടാണ് അവൻ ആർസിമിലേക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അവനെ വിളിക്കാനുള്ള ധൈര്യം ഞാൻ കാണിച്ചു, വരാനുള്ള ധൈര്യം അവൻ കാണിച്ചു. നേരത്തെ നമ്മുടെ റോബി സാറോട് പറഞ്ഞു, സുനിസാറോട് പറയണ്ടായി, ഇതിന്റെ എത്ര എന്നുള്ളത് ആർക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ലോകത്തിലെ ജനസംഖ്യയിൽ 2ാം സ്ഥാനമാണ് ഇന്ത്യ. അത് 1ാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കിട്ടിയ RCM ID ഈ പൂവാട്ടുപറമ്പിലോ പെരുമണ്ണയിലോ പന്തിരങ്കാവിലോ ചെയ്യാനുള്ളതല്ല, ഇന്ത്യ മുഴുവൻ ചെയ്യാനുള്ളതാണ്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇപ്പൊ സുനിസാറിന്റെ അമൻ സാറിന്റെ ഒക്കെ തന്നെ അത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ഇപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ബീഹാറിലെ 2 TTസിന്റെ വീട്ടില് TTസിന്റെ വീട്ടില് ചപ്പാത്തി കഴിച്ചാൽ, സ്വരം കുടിച്ചാൽ, പല്ല് തേച്ചാൽ ഞങ്ങളുടെ അക്കൗണ്ടിലേക്കും പൈസ വരും. ഈ ഡ്യൂട്ടി, ഈ ബിസിനസിന്റെ ഇതിൽ കൂടി വരുന്ന ഇൻകം മറ്റുള്ളവർക്ക് ഇൻകം കിട്ടിയിട്ടേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ കൊണ്ടുവരുന്ന എല്ലാവർക്കും അവർക്കെല്ലാം ഇൻകം കിട്ടിയിട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത്. അതിന് ലിമിറ്റില്ല, അത് എത്രത്തോളം എത്തുന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, എല്ലാവരും തന്നെ നേരെ സുനിസാറും പറഞ്ഞിരിക്കുന്നു, ഈ 17-ാം തീയതി കോഴിക്കോട് നളന്ദ AC ഓഡിറ്റോറിയം, എയർ കണ്ടീഷൻഡ് ഓഡിറ്റോറിയമാണ്. ഒരു വേർക്കില്ല, അവിടെ നമ്മൾ സെലിബ്രേഷനുമാണ്. കേരളത്തിലുള്ള എല്ലാ ലീഡേഴ്സും അവിടെ എത്തുന്നുണ്ട്. മാത്രമല്ല നേരത്തെ പറഞ്ഞു 40 ലക്ഷം മാസം ഇൻകം ടാക്സ് കഴിഞ്ഞിട്ട് മാസ വരുമാനമുള്ള ഡയമണ്ട് പൊസിഷനുള്ള സുരേന്ദ്രഭട്ട് സാർ അദ്ദേഹം അവിടെ വരുന്നുണ്ട്. എല്ലാവരും അവിടെ എത്തുക. അതിന്റെ ടിക്കറ്റ് പരിമിതമാണ്. നേരത്തെ നമ്മുടെ ലീഡേഴ്സായിട്ട് ബന്ധപ്പെട്ട ടിക്കറ്റുകൾ കളക്ട് ചെയ്യുക. അപ്പൊ എന്റെ ഇവിടുത്തെ ഇപ്പോഴത്തെ റോള് എന്റെ മകനെ ട്രോഫി കൊടുക്കുന്നതിനായിട്ട് ഹേമന്ത് സാറിനെ ക്ഷണിക്കുക എന്നുള്ളതാണ്. അതിനെ ഹേമന്ത് സാറിനെ ക്ഷണിച്ചു കൊടുക്കുന്നു. റോയൽറ്റി വന്ന ഗോൾഡ് പുഷാണ്. റോയൽറ്റി ആർക്ക് കിട്ടുമ്പോൾ നമ്മുടെ നാട്ടില് എഴുത്തുകാർക്ക് കിട്ടും, അല്ലെ, പാട്ടുകാർക്ക് കിട്ടും. RCM റോയൽറ്റി ഉണ്ട്, വലിയ വലിയ ലെവലിൽ എത്താൻ വേണ്ടി പറ്റും. അത് മാത്രമല്ല, ഈ ഒരു സീന് വേറെ ഏത് ബിസിനസ് കിട്ടും? അച്ഛൻ മകനെ ഇൻവൈറ്റ് ചെയ്തിട്ട് ആദരിക്കുകയാണ്. അമ്മയുണ്ട്, പ്ലീസ്, അമ്മയും വരും, പ്ലീസ്. ഇത് വല്ലാത്തൊരു അവസരം കേട്ടോ. അത് വല്ലാത്തൊരു ശരിക്കൊരു ചരിത്ര മുഹൂർത്തമാണ്. സൗന്ന് മുന്നോട്ട് നോക്കും, പ്ലീസ്. അമ്മ ആദ്യം 2 വാക്ക് സംസാരിക്കട്ടെ. എൻ്റെ പേര് രത്നകുമാരി, ഞാൻ ഹൗസ് വൈഫായിരുന്നു. പിന്നെ എൻ്റെ മോന് ഈ റോയൽറ്റി കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അതിനുള്ള കാരണം എൻ്റെ മോൻ്റെ വളർച്ചയ്ക്കും പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ വളർച്ചയ്ക്കൊക്കെ കാരണക്കാര് നാരായണേട്ടനാണ്. ഒരുപാട് നന്ദിയുണ്ട്. ഇതില് മനസ്സിലാക്കേണ്ടത്, അച്ഛൻ അറിയുന്നത് മകനറിയും, അല്ല അച്ഛൻ ചെയ്യുന്ന മകനറിയും, മകൻ ചെയ്ത അച്ഛനറിയും, അച്ഛനും മകനും ചെയ്യുന്നത് അമ്മയ്ക്കും അറിയാൻ വേണ്ടി ഈ ബിസിനസ് പ്രത്യേകതയാണ്. പക്ഷെ മറ്റുള്ളതൊന്നും അത് അറിയില്ല. അറിയാത്തോ? എന്താണ്? ഇതൊരു ഫാമിലി ബിസിനസ് ആണ്. ഒരു ഫാമിലി എല്ലാ രീതിയിലും ഡെവലപ്പ് ചെയ്ത സംവിധാനം RCM. ഓക്കെ, ഞാൻ വിഭിന്ന് ഈ പറയുന്ന ഗോൾഡ് എന്ന് പറയുന്ന പിൻ കൊടുക്കണം. വേണം പോലെ. അപ്പോ ഒരു നല്ല പ്ലീസ്. ഒന്നും പറയാനില്ല. എന്താ വെച്ചാല് ഗൾഫിലൊക്കെ പല ആൾക്കാർക്ക് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വന്ന് കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ഈ RCM പറയാൻ മനസ്സിലാക്കിയിട്ട്. കാരണം ഞാൻ ഈ ബിസിനസ്സിൽ വരുന്നതിന് മുമ്പേ എൻ്റെ അച്ഛൻ ഈ ബിസിനസ് ഉണ്ടായപ്പോൾ നമുക്ക് ഏറ്റവും വലിയ മറ്റൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അച്ഛൻ ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയായിരിക്കും. നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ ഏറ്റവും നല്ല എക്സാമ്പിൾ തന്നെ നമ്മുടെ വീട്ടിലാണ്. നമ്മുടെ അച്ഛനെ നമുക്കൊരു സംഭവം തരികയാണ്, നമുക്കൊരു ബിസിനസ് ചെയ്യാം, ധൈര്യം തരികയാണെങ്കിൽ മറ്റെന്ത് ചിന്തിക്കാനാണ്? വേഗം ബിസിനസ്സിലേക്ക് പോവാം. അതേ ഞാൻ ചെയ്തുള്ളൂ. അത് ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടും എൻ്റെ എല്ലാ ടീമിൻ്റെ എല്ലാ ശക്തമായ ആൾക്കാരെ കൊണ്ടും ഞാനിപ്പോൾ റോയൽറ്റി അച്ചീവറാണ്.
അപ്പോൾ ഇനി ഈ മാസത്തിന്റെ അടുത്ത ചേഞ്ച് ചെയ്യണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നാരായണനെ പറ്റി എത്ര പറഞ്ഞാലും മതിയാവില്ല. അദ്ദേഹം എന്താ പറയാ, ആസിമിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ തന്നെയാണ്. ആസിം പറയാത്തൊരു സമയം പോലും ഇല്ല. അതിന് ദൈവം അനുഗ്രഹിച്ചു കൊടുത്താണ് അദ്ദേഹത്തിന്റെ സ്റ്റാർ പോയിന്റ്. അദ്ദേഹം 6 മാസം കൊണ്ട് എമറാൾഡ് തന്നെയാവും. ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ കൂടെ എങ്കിലും ഒറ്റയ്ക്കൊന്നും അല്ല, ഞങ്ങൾ ആദ്യം തന്നെ ചെയ്യും.